എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഒരു മിക്സിയുടെ ജാറുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കി എടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ പകുതി ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് 2 അല്ല 3 തവണ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഗ്രാമ്പൂ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ അടിച്ചെടുത്താൽ മതി കേട്ടോ. മിക്സ് ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഇതിൽ മീഡിയം മധുരം ഉള്ളൂ കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അധികം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ ഇല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്തിട്ട് ലോ സ്പീഡിലിട്ട് ഒരു 5 അല്ലെങ്കിൽ 10 സെക്കൻഡ് അടിച്ചെടുക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ പതഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന മൈദയുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് ഞാൻ ക്രഷ് ചെയ്ത ആൽമണ്ടും കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ക്രഷൊന്നും ആക്കണ്ട കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നട്ട്സ് ക്രഷ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ബാക്കിയുള്ള മൈദയുടെ കൂട്ടുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ റോബസ്റ്റ് പഴമോ ഏത് പഴം വേണമെങ്കിലും കുഴപ്പമില്ല. പുളി അധികം ഇല്ലാത്തത് എടുത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഒരൊറ്റ നേന്ത്രപ്പഴത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പഴം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കറ കുത്തും കേക്കിന്. ഈ കറുത്ത പഴമില്ലേ, നമ്മൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കത്തില്ലേ, തൊലിയൊക്കെ കറുത്തത്, അതാണ് ഇതിന് ബെസ്റ്റ് കേട്ടോ. അത്രയും പഴുത്ത പഴമാണല്ലോ അത്രയും നല്ലത്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇത് മിക്സിയിൽ അടിച്ചതാണെന്ന് പറയത്തു പോലുമില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇനി ഇത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈർക്കല്ലിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് കാഷ്യൂനട്ട് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയേ. ഇനി നമ്മുടെ കേക്കിൻ്റെ മിക്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓവനിലായതുകൊണ്ട് ഞാനിപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 to 35 മിനിറ്റ്സ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഓവനിൽ മാത്രമല്ല കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന. ഒരു കുക്കറിലോ ഇല്ലെങ്കിൽ വലിയൊരു അലൂമിനിയം പാത്രം ചൂടാക്കുക. ഒരു 10 മിനിറ്റ്സ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റീൽ റിങ് ഇറക്കി വെച്ചിട്ട് ഈ ബാറ്റർ ഒഴിച്ച ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ ഇതിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 to 35 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓവൻ ഇല്ലാത്തവർ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാമേ.
കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഡീമോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ചായക്ക് നമ്മൾ അധികം മധുരമൊന്നും ഇല്ലാത്ത കേക്ക് നല്ല ടേസ്റ്റ് അല്ലേ, അതുപോലെ തന്നെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു ഈസി റെസിപ്പി ആയിട്ട് വരുന്നിടം വരേക്കും എല്ലാവർക്കും ബൈ.